ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ദീർഘമായൊരു സലാത്ത് അവിടുത്തെ റിസാലയുടെ തുടക്കത്തിൽ ചൊല്ലി. ആ സലാത്ത് ഞാൻ നാദാപുരത്തെടുത്ത് വായിച്ചിട്ട് അതിനർത്ഥം പറഞ്ഞിരുന്നു. നാം മൗലവി അതുകൊണ്ട് കളിച്ച ഒരു കളിയുണ്ട്, അത് നല്ല രസമുള്ള കളിയാണ്, അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ഇതങ്ങ് വായിച്ചിട്ട് മൂപ്പര് പറയാണ്, ഷാഫി ഇമാം മുശ്രിക്കാണോ മൗലവി? ഷാഫി ഇമാം തെറ്റുകാരനാണോ മൗലവി? നിങ്ങൾ പറയും പോലെ ഷാഫി ഇമാം ഉദ്ദേശിച്ചിട്ടില്ല. എന്താ ഇതിൽ പറയുന്നതെന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്നഹു നിശ്ചയമായും റബ്ബു സുബ്ഹാനഹു അൻഖദനാ നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ബിഹി യാ റസൂൽ മുഖേന മിനൽ ഹലകത്തി നാശത്തിൽ നിന്ന്. ഇപ്പെന്തായി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല നാശത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞ പോലെ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അല്ലാണ്ട് എന്താ ഉദ്ദേശിച്ചത്? നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ ഷാഫി ഇമാമിന്റെ സലാത്ത് 7 സലാത്തിന്റെ പുറത്തുള്ളതല്ലേ, 7 പറ്റുള്ളൂ എന്നല്ലേ മൗലവിന്റെ വാദം. 8ാമത്തതല്ലേ, അത് മൂപ്പർ അംഗീകരിച്ചു. 1. 2ാമത്തത്, ആ സലാത്തിൽ എന്താ പറഞ്ഞത്? وصلى عليه في الأولين والآخرين أفضل وأكثر وأزكى ما صلى على أحد من خلقه وزكانا وإياكم بالصلاة عليه. ആ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നബിക്ക് നമ്മൾ ശുപാർശ ചെയ്യുന്നു എന്ന് മൗലവി പറഞ്ഞതുപോലെ, മൗലവിമാർ പറഞ്ഞ പോലെയല്ല, അൽബനാറിൽ പറഞ്ഞ പോലെയല്ല. നബിക്ക് സലാത്ത് ചൊല്ലുന്നതുകൊണ്ട് നിങ്ങളെയും നമ്മളെയും അല്ലാഹ് ശുദ്ധീകരിക്കട്ടെ. നബിക്ക് സലാത്ത് ചൊല്ലുന്നതുകൊണ്ട് നബിയുടെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആരെ ശുദ്ധീകരിച്ചു? ആ നിലക്കുള്ള ശുദ്ധീകരണം നമ്മളെ ശുദ്ധീകരിക്കട്ടെ. വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാമും റഹ്മത്തും ബറക്കത്തും ഒക്കെ ആ നബിക്ക് ഉണ്ടാകട്ടെ. വജസാഹുല്ലാഹു അന്ന അഫ്ളല മാ ജസാ മുർസലൻ മിൻ അൻമൻ ഉർസില ഇലൈഹി. ആ നിയോഗിക്കപ്പെട്ട ജനത മുഖേന ജനതയുടെ വകയിൽ ഏതെല്ലാം മുർസലീങ്ങൾക്ക് എന്തെല്ലാം പ്രതിഫലം കിട്ടിയോ അതിലേറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം നബിതങ്ങൾക്ക് അല്ലാഹു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് നാശത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയത്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു. അതാ ഏത് കെട്ടുകളും നബിതങ്ങൾ മുഖേന അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞ മൗലവിമാരെ, അൻഖദനാ ബിഹി മിനൽ ഹലക, നാശത്തിൽ നബി മുഖേന അല്ലാഹു രക്ഷപ്പെടുത്തി നിങ്ങൾ സമ്മതിച്ചില്ലേ? ഇനിയുണ്ട് മൂപ്പര് വായിക്കുന്നത്. വായിച്ചിട്ട് ഒരു വാചകത്തിന് ഉപരി അർത്ഥം പറയുന്നില്ല. അർത്ഥം എന്താ വിഷയം എന്നറിയോ? പറഞ്ഞുതരാം. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക. ആ നബി മുഖേന നാശത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയെന്ന് അത് ആദ്യം പറഞ്ഞു വെച്ചു. അത് ദീനുൽ ഇസ്ലാം വിശ്വസിക്കുന്ന വകയിൽ മാത്രം അല്ല, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മകാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ തങ്ങളുള്ള വകയിൽ തന്നെ അവരെ ശിക്ഷിക്കൂല. ആരെ? മുശ്രിക്കീകൾക്ക് വരെ അല്ലാഹു തആല ശിക്ഷയിൽ നിന്ന്, നാശത്തിൽ നിന്ന് ഇവിടെ രക്ഷ കൊടുക്കുന്നതിന്റെ ഒരു കാരണം നബി തങ്ങൾ അവരെ നാട്ടിലുണ്ട് എന്നതാണ്, അല്ലാതെ അവർ വിശ്വസിച്ചത് കൊണ്ടല്ല. അപ്പൊ വിശ്വസിക്കാത്തവർക്കും കൂടി കിട്ടുന്ന റഹ്മത്താണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ഇതുകൊണ്ടാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക, ആ നബി മുഖേനയാണ് നാശത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞതിന്റെ ശേഷം വേറെ തന്നെ പറയുന്നു ദീനുൽ ഇസ്ലാമിൽ വിശ്വസിച്ച വകയിൽ നമുക്കുള്ള നിയമത്ത് അത് വേറെ തന്നെ പറയുന്നു. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി ദാഇദീന ബിദീനിഹി അല്ലദി ഇർതദാ. ദീൻ അംഗീകരിച്ച വകയിലുള്ള കാര്യം അത് വേറെ തന്നെ ശേഷം ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ശേഷം ഒരു വാചകം, അതാ മൗലവി കുടുങ്ങുന്ന വാചകം. എന്താ? വസ്തഫാ ബിഹി മലായികത. വസ്തഫാ ബിഹി മലായികത. ആ മുഹമ്മദ് നബി മുഖേന മലക്കുകൾ അല്ലാഹു തെരഞ്ഞെടുത്തു. മലക്കുകൾ എപ്പണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകളുണ്ട്. ആ മലക്കുകളെ തെരഞ്ഞെടുത്ത നബി മുഖേനയാണ് എന്ന് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇസ്ലാം മത പ്രബോധനം നടത്തിയിട്ട് ആ പ്രബോധനം സ്വീകരിച്ച വകയിൽ മാത്രമാണോ നബിതങ്ങളെ കൊണ്ടുള്ള ബഹുമാനം, നബിതങ്ങളെ കൊണ്ടുള്ള രക്ഷയും, നബിതങ്ങളെ കൊണ്ടുള്ള മഹത്വവും, നബിതങ്ങൾ മുഖേന കിട്ടുന്ന ഗുണങ്ങളും? അപ്പൊ മലക്കുകൾക്ക് എങ്ങനെയാ വസ്തഫാ ബിഹി മലായികതഹു എന്ന് പറഞ്ഞതോ? ആ മുഹമ്മദ് നബി മുഖേന മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തു. അതിന് മൗലവി എന്താ പറയാ? മൗലവിക്ക് അതിന് കാമാന്നും ഉണ്ടാൻ കഴിയൂല. അതുകൊണ്ട് മൗലവി റിസാലയിൽ നിന്ന് സലാത്തിന്റെ വാചകം വായിച്ചിട്ട് അർത്ഥം പറയാതെ അതാ ഒളിച്ചു പോകുന്നത് നോക്കോ, കണ്ടോ, വെച്ചു دائنين بدينه الذي ارتضى واصطفى به ملائكته ومن أنعم عليه من خلقه എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പിടികൂടുന്ന ഭാഗം ഞാൻ പറയട്ടെ. കണ്ടോ? എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പർ പിടികൂടുന്ന ഭാഗം ഞാൻ പറയട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം പോലെ വെക്കാത്ത അതിന്റെ അർത്ഥം വെച്ചാൽ, അതൊക്കെ ഞാൻ അർത്ഥം പറഞ്ഞിട്ടില്ലേ? അതിന്റെ അർത്ഥം വെച്ചാൽ മൗലവിന്റെ മുന്നിൽ നിന്നെ കല്ലേറിട്ടും മുജാഹിദീകൾ കല്ലെറിയൂ. അതുകൊണ്ട് മൗലവി എന്റെ അർത്ഥം പറയാതെ പോയതാ. വസ്തഫാ ബിഹി മലായികത, ആ അർത്ഥം പറ മൗലവി. വസ്തഫാ ബിഹി മലായിക, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തു. വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കല്ല എന്ത് ഗുണം കൊടുത്തിട്ടുണ്ടോ ആ ഗുണം കൊടുത്തവരെയൊക്കെ നബി മുഖേന അള്ളാഹു ഗുണം കൊടുത്തു. എന്നിട്ട് ഇനി രസം കേട്ടോ, ഇനി മൗലവിയുടെ ദുർവ്യാഖ്യാനം കേട്ടോളി. ഫലം തുംസിബിനാ നിഅമത്തുൽ ലഹറത് വലാ ബതനത്. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് ഒരനുഗ്രഹവും ഇന്ന അനുഗ്രഹം എന്നില്ല. ഏതൊരനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, ഏതനുഗ്രഹം നമുക്കുണ്ടായിട്ടുണ്ടോ, അത് ദീനിൽ നമുക്ക് വിഹിതം കിട്ടുന്ന അനുഗ്രഹമാണെങ്കിലും ദുന്യാവിൽ ഗുണം കിട്ടുന്ന അനുഗ്രഹമാണെങ്കിലും അല്ലെങ്കിൽ ദീനിലോ ദുന്യാവിലോ എന്ത് വിഷമം നമ്മളെ തൊട്ട് തടുക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ എന്ത് പ്രശ്നം തടുക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ആയിട്ടല്ലാതെയല്ല, സബബുഹാ അതിന്റെ കാരണമായിട്ടല്ലാതെയല്ല. ഏത് ഗുണം, അവിടെ ഇന്ന ഗുണമൊന്നുമില്ല, ഏത് ഗുണം കിട്ടുന്നുണ്ട് അതൊക്കെ നബി മുഖേനയാണ്, നബി അതിന്റെ കാരണമാണ്.